ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി നെയ്മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്, കേരള സ്റ്റൈലിൽ. ഏത് മീനിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിവിടെ 700 ഗ്രാം നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. തേങ്ങയുടെ 1/4 പാല്, 1 കപ്പ് തേങ്ങാപ്പാൽ. ഇത് 2/2 പാൽ, അതായത് കുറച്ചുകൂടെ ഡൈല്യൂട്ടാക്കിയതാണ്. ഈ 1 കപ്പിന് വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് തേങ്ങാപ്പാൽ. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ തേങ്ങയുടെ 2/2 പാലും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 പച്ചമുളക്, 2 തക്കാളി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില, ഉപ്പ്, 2 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ പുളിപ്പിനായി നേരത്തെ തന്നെ കുടംപുളി കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇല്ലാത്തവർ വാളംപുളിയും ചേർക്കാം, ഇല്ല മാങ്ങ ഇട്ട് വേണമെങ്കിലും വയ്ക്കാം. ഈ കൂട്ട് നമുക്കിപ്പോൾ അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെമ്മീൻ അഥവാ നെയ്മീൻ അല്ലെങ്കിൽ കിങ് ഫിഷ് എന്തുവേണോ പറയാം, ഇട്ട് കൊടുക്കാം. എൻ്റെ റെസിപ്പീസിലെല്ലാം റെഡ് ചില്ലിക്ക് പകരം കൂടുതലും പെപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ഉപയോഗം മെല്ലെ മെല്ലെ കുറച്ച് വരുന്നതാണ് നല്ലത്. വെരി സിമ്പിൾ റെസിപ്പിയാണ്. ടേസ്റ്റും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഇത് അടച്ചിട്ട് വേവിക്കാം. തിള വരുമ്പോൾ അതിനൊരു താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, 2 റെഡ് ചില്ലി കീറിയിട്ടത്, കുറച്ച് കറിവേപ്പില, ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. നമുക്കിതിനെ ആ മീൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ തേങ്ങയുടെ 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല. അത് ചെറിയ തീയിൽ അങ്ങനെ ഒന്ന് ചൂടാവണം, അത്ര തന്നെയാണ്. അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് തരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നൗ.